എനിക്ക് കഹാനിയിൽ നയൻതാര കൊടുക്കുന്നുണ്ട്. കഹാനിയിൽ നയൻതാരയാണോ? ഒരു ഏക്കർ കണക്കിന് കിടക്കുക ഇങ്ങനെ പടം ഫുള്ള് സൽവാർസ്, ദുപ്പട്ടാസ്, സാരീസ്. ഇത് മണത്ത് നോക്കണം. പുതുമണം. തന്റെ കയ്യിലുള്ള വളകളും കമ്മലൊക്കെ ആയിട്ട് ആ വൈറ്റ്ല ജംഗ്ഷനിലോ 1 2 3 যদি তোর ডাকশুনে কেউ না আসে তবে একলা চলো রে, যদি তোর ডাকশুনে কেউ না আসে তবে একলা চলো রে, একলা চলো একলা চলো একলা চলো একলা চলো রে, যদি তোর ডাকশুনে কেউ না আসে তবে একলা চলো রে. ഫുൾ ബംഗാളി വൈബിലാണ് ഇപ്പോൾ. 2025 ആക്ച്വലി ഇതിൻ്റെ ഒരു ഉത്ഭവം തുടങ്ങുന്നത് 2024 നവംബറിൽ ചാരുവിൻ്റെയും ആർച്ചയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർ എല്ലാ വർഷവും നമ്മുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ ഒന്നിച്ചായിരുന്നു നെല്ലിയാമ്പതി പോയി അട്ട കടിച്ചത്. ഓക്കെ, ഇന്നോട് പോയിന്റ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇനി മേല അവരുടെ കൂടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ പോകുന്നില്ല, അവരൊറ്റയ്ക്ക് പോയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഓരോ വർഷവും അവർ ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പോൾ ഇത്തവണ 2024 അവർ വെസ്റ്റ് ബംഗാളിലാണ് പോയത്. കൽക്കട്ടയൊക്കെ പോയി, ഭയങ്കര രസമായിരുന്നു. നമ്മളവിടെ നെല്ലിയാമ്പതിയിൽ അട്ടടിക്കാൻ പോയി. നമ്മൾ ഒരുമിച്ച് പോയിരുന്നെങ്കിൽ നമുക്ക് വെസ്റ്റ് ബംഗാളിൽ പോയി പട്ടിയടി കേൾക്കായിരുന്നു. പട്ടിയോ? പട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഇല്ലാത്ത പോലെ. അതിന് വെസ്റ്റ് ബംഗാൾ വരെ പോകണ്ട, ഇവിടെ കലൂര് വന്ന് നിന്നാൽ മതി, രാത്രി തന്നെ കടിച്ചു ചേരുവാ. എന്നാലും നമുക്ക് അവിടെ പോയിട്ട് കടിക്കുന്നതിന് ഒരു അന്തസ്സുണ്ടല്ലോ. അത് ശരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. പക്ഷെ അവിടെ ചെന്ന് അവർ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ശാന്തി നികേതനൊക്കെ പോയി വിസിറ്റ് ചെയ്തു. ശരിക്കും ഭയങ്കര രസമായിരുന്നു. ശരിക്കും മിസ് ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് ഷൂട്ടിൻ്റെയും ഷോൻ്റെ പ്രോഗ്രാമിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അച്ഛനെ കൊതിപ്പിച്ചു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു അവരെല്ലാവരും കൂടെ പോവാന്ന്. അങ്ങനെ 2025 ജനുവരി മാസം അവർ വീണ്ടും കൽക്കട്ടയിലേക്ക് യാത്ര പുറപ്പെട്ടു. കൽക്കട്ടയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഒരു ലോഡ് പ്രസൻറ്റേഷനുമായിട്ടാണ് വന്നത്. ഞങ്ങൾ പോവാത്തതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ, അതായത് ആർച്ചയും ചാരും കൂടെ പോയപ്പോഴും കുറേ സാരീസും ജ്വല്ലറി ജങ്ക് അതും ഇതും എല്ലാം കൊണ്ടുവന്നു. അതുകൂടാതെ അമ്മ പോയി കഴിഞ്ഞപ്പം അമ്മയുടെ വക കുറേ. ഓക്കെ, അപ്പോൾ അതൊന്ന് അൺവീൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഒന്നുമില്ല, അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാരീസാണ്. ബംഗാൾ കോട്ടൺ നമുക്ക് എല്ലാവർക്കും അറിയാം, ബംഗാൾ കോട്ടൺ വളരെ ഫേമസ് ആണ്. പക്ഷേ നമ്മൾ യൂഷ്വൽ കാണുന്ന ബംഗാൾ കോട്ടൺസ് അല്ല ഇത്തവണ എനിക്ക് കിട്ടിയത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബംഗാൾ കോട്ടൺ. മറ്റേ കഹാനി എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും അവിടെ ഈ ദുർഗാപൂജയൊക്കെ വളരെ വളരെ എനിക്ക് കഹാനിയിൽ നയൻതാര കൊടുക്കുന്നുണ്ട്. കഹാനിയിൽ നയൻതാരയാണോ? അതെ. ആണോ? അല്ല, സോറി, നയൻതാര ഏതായിരുന്നു? നയൻതാര വേറെ, ഇത് വിദ്യാബാലനല്ലേ? കഹാനി എന്റെ തമിഴും ഉണ്ടായിരുന്നല്ലോ, അതെനിക്ക് ഓർമ്മ. കഹാനിയുടെ തമിഴിൽ നയൻതാരയും കഹാനി ഹിന്ദി വേർഷനിൽ വിദ്യാബാലനും. അതാണ് മാറിപ്പോയതാ, തമിഴും ഹിന്ദിയും കൂടെ. അപ്പൊ ഇത് ഒരു സ്വസ്തിക് സാരിയാണ്. അത് വളരെ രസകരം. ശരിക്കും അവിടെ ഇങ്ങനത്തെ കോട്ടൺസ് ഒക്കെ റോഡിൽ എനിക്ക് അവിടെ നിന്ന് വീഡിയോ കോൾ വന്നു. ശരിക്കും നമുക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം ഒരു ഏക്കർ കണക്കിന് കിടക്കുക ഇങ്ങനെ പടം ഫുള്ള് സൽവാർസ്, ദുപ്പട്ടാസ്, സാരീസ്. അപ്പോൾ നമുക്ക് ഒന്നാമത് ഈ വീഡിയോ കോളിൽ വരുമ്പോഴത്തേക്ക് അയ്യോ അത് കാണിക്കുക, അതിൻ്റെ താഴത്ത് കാണിക്കുക, അങ്ങനെ പറഞ്ഞ് ഞാൻ ടെൻഷൻ. ഞാൻ പറഞ്ഞു ഇനി സൗകര്യമുള്ള ഇഷ്ടമുള്ള എല്ലാം എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തുകൊണ്ട് വന്ന കുറേ സാരികളാണ്. ആ പുണ്യ കുറയ്ക്കുന്നുണ്ടല്ലോ, എന്താണ് അതാരെങ്കിലും വന്നു അവിടെ കൂടെ ബൈക്കൊക്കെ പോകുമ്പോൾ അവൻ സഹിക്കൂല, അവന് കുശുമ്പ് വരും. നമ്മുടെ വീട്ടിലോട്ടല്ലാതെ ആര് വന്നാലും കുശുമ്പ. ഇത് അങ്ങനെ ഒരു സ്വസ്തിക് സാരി കിട്ടി. പക്ഷെ ഇത് നോക്കി, ഇക്കത്ത് ഡിസൈൻ എക്കാലത്തെയും നമ്മുടെ വളരെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഇക്കത്ത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. വൈറ്റ് ആൻഡ് റോയൽ ബ്ലൂ. നോക്ക്, ഇതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 1500 അകത്തുള്ള റേഞ്ചൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ല ബോർഡേഴ്സ് ഉണ്ട്. ബോർഡേഴ്സ് ഒരു സിൽവർ സെറി വർക്കൊക്കെ ഉള്ളതാണ്. കണ്ടോ, നല്ല രസമുണ്ട്. ഇത് റണ്ണിങ് ബ്ലൗസ് ഉണ്ട്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത സാരി എല്ലാം ഈ വൈറ്റിൽ കോമ്പിനേഷൻ എടുത്തു തന്നിട്ട്. കാരണം ഇവിടെ നമുക്ക് വൈറ്റ് കോമ്പിനേഷൻസ് വളരെ കുറവാണ് കിട്ടുന്നത്. ഇതാവുമ്പോൾ നമുക്ക് ഇതൊരു വേറൊരു അത്ഭുത സാരിയാണ്. ഇത് പുതപ്പല്ലേ? പുതപ്പ് കറക്റ്റ് പുതപ്പ് പോലെ ഉണ്ട്. ഇത് കണ്ടോ അവിടെ മറ്റേ കട്ടി.
ഇത് 10 പ്ലേറ്റഡ്. ഇത് നോക്കി, ദുർഗാപൂജ മറ്റേ അതാണ് ദുർഗാ ദേവിയുടെ. ഇത് പെയിൻറ്റഡ് ആയിട്ടുള്ളൊരു സാരിയാണ്. ഇതെനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഇതൊക്കെ വളരെ, ഇത് മണത്ത് നോക്കണം, പുതുമണം മണത്ത് നോക്കുവാണ്. പിന്നെ ഇതൊരു അജ്രക് ബോർഡറിലുള്ളൊരു സാരി, കുറച്ച് ക്ലാസ് സാരിയാണ്. ഇതാ കണ്ട, വളരെ മനോഹരമായ വ്യത്യസ്തമായ ഒരു സാരിയാകുന്നു ഇത്. ഇതെല്ലാം ജലജയും അർച്ചയും ചാരുവും അച്ഛനും എല്ലാം കൂടെ പോയി എടുത്തതാണ്. ഇതൊരു സാരി. പിന്നെ ഇത് നോക്കി, അവിടെ റെഡിമെയ്ഡ് ബ്ലൗസസ് കിട്ടും. അവർ കുറേ ബ്ലൗസ് എടുത്തു, പക്ഷേ ഇതൊരെണ്ണം എനിക്ക് പാകാവത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ അങ്ങ് എടുത്തു, ബാക്കിയെല്ലാം തിരിച്ചു കൊടുത്തു. കണ്ടോ, ഇതൊന്നും രസമില്ലേ? കൊള്ളാം, നല്ലത്. ഇത് അങ്ങനെ ഒരു ബ്ലൗസ് റെഡിമെയ്ഡ് കിട്ടി. ജമ്പറോ? ജമ്പർ എന്ന് പറഞ്ഞാൽ ഉള്ളിലിടുന്നതാണോ? ഇത് പുറത്തിടുന്നതാണ്. ഇത് കണ്ടോ, ഇതൊരു പർവാട. ദിസ് ഇസ് ദ പാവാട. ഇത് കണ്ടോ, റാപ്പ് അറൗണ്ട് ഉണ്ടോ, ഇങ്ങനത്തെ ഒരു പാവാട. എത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, എൻ്റെ സർക്കംഫറൻസ്. പാവാട പ്രായത്തിൽ അതല്ലേ. ഇതെനിക്ക് കയറുമോയെന്ന് എനിക്കറിയത്തില്ല, നോക്കാം. കയറല്ല, മਤലബ് എത്തുമോന്ന്. ഇത് കിഷോറിന് ഷർട്ട് തയ്ക്കാൻ കൊണ്ട് തന്നതാട്ടോ. ഷർട്ട് തയ്പ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ചുരിദാർ തയ്പ്പിച്ചോളാം. ഞാൻ ഷർട്ട് ഇപ്പം തയ്പ്പിക്കലൊന്നും ഇല്ല, എല്ലാം റെഡിമെയ്ഡൊക്കെ മേടിക്കുന്നുണ്ട്. എവിടെയാ നല്ല സ്റ്റിച്ചിങ് സെന്റർ എന്നുള്ളത് എറണാകുളത്തുള്ളവരൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അതങ്ങനെ. ഇനി കാണിക്കാൻ പോകുന്നതാണ് ഹൈലൈറ്റ്. എനിക്ക് സന്തോഷം. വേറൊരു കാര്യമുണ്ട്, ഇത് നോക്കിയേ. ഇപ്പൊ നമ്മള് തുടക്കത്തില് എക്ലച്ചലവരെ പാടിയാണ് തുടങ്ങിയത് ബംഗാളി സോങ്. എനിക്ക് ഈ ആഫ്രിക്കൻ പാട്ടുകളൊന്നും വലിയ വാശിയുടെ ഭാഗമായിട്ട് പാടിയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു പോകില്ലേ. ഇത് കണ്ടോ, പക്ഷെ ഇത് ഭഗവതിയുടെ മുഖം കേട്ടോ. ഇതാ നോക്കിയേ, അതല്ല ഇത്, ഇതും അതെ. കണ്ടോ, ഇത് നോക്ക്. തനിക്ക് വേണമെങ്കിലേ ഈ ബനിയനും ഈ റാപ്പ് റൗണ്ട് ഇല്ലേ, റാപ്പ് റൗണ്ട്, ഈ റാപ്പ് റൗണ്ട് ഈ ബനിയനും ഇട്ട് ഈ മാലയും കൂടി ഇട്ടിട്ട് തന്റെ കയ്യിലുള്ള വളകളും കമ്മലൊക്കെ ആയിട്ട് ആ വൈറ്റ്ല ജംഗ്ഷനിലോ ഇടപ്പള്ളി ജംഗ്ഷനിലോ പോയി നിന്നാ നല്ല കാശുണ്ടാകും. ഇതൊക്കെ മാലയാണേ. എങ്ങനെയുണ്ട്? പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഡിഫറെൻ്റ് ആണ്. ഷൂട്ടിങ്ങിനൊന്നും പറ്റത്തില്ല. ഇത് എവിടെ ഇടും? നമ്മള് മറ്റേ ഈ ഫൈറ്റിലും ഇടപ്പള്ളിയിലൊക്കെ നിൽക്കുമ്പോൾ മറ്റേ പെണ്ണുങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവർ വിൽക്കാൻ വേണ്ടി സാധനം കൊണ്ടുമ്പോൾ അവരുടെ ഓർണമെന്റ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, ഇതാ. പക്ഷെ ഇതേ നോക്കി, ഇത് ഭയങ്കര ഇത് നോക്ക്, ഇതൊന്നും ഇതേ ഗണപതിയാണ് കണ്ടോ. ഇതൊന്നും നമുക്കിവിടെ കാണാൻ പോലും കിട്ടില്ല. ഇതൊക്കെ ഭയങ്കര ഇത് സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോയിട്ട് അവർ മേടിച്ചോണ്ട് വന്നതാ. ഉണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട്. ഇതടുത്തത് ഇത് കൃഷ്ണനും രാധയും. അതിന് കമ്മലും ഉണ്ട് കേട്ടോ. ഈ ഒരെണ്ണം അവിടെ. ഇതാ കൃഷ്ണനും രാധയ്ക്കും കമ്മൽ, വിത്ത് കമ്മലാണ്. ഇതാ ഓക്കെ, ഇത് വേണ്ട നോക്ക്, വിത്ത് കമ്മൽ കണ്ടോ. അങ്ങനെ 2026 ആദ്യത്തെ ഗിഫ്റ്റ് പരമ്പര വളരെ ഉജ്ജ്വലമായ തുടക്കത്തിലാണ്. ബംഗാളിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും ആണ് ഗിഫ്റ്റുകൾ കിട്ടിയിരിക്കുന്നത്. വാരി കോരി തന്നിരിക്കുകയാണ്. പൈസ നോക്കിയില്ലെന്ന് തോന്നുന്നു. 1 2 3 4 ഇത് കൂടാതെ സാരീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നോർമൽ സാരീസാണ്, അതാ പിന്നെ ഞാൻ കാണിക്കാണ്ടിരുന്നത്. പിന്നെ 2 ഞാൻ ഉടുത്തു ഷൂട്ടിന്. അമ്മേ അമ്മേ ദൈവമേ, വേണോന്ന് ചോദിക്കരുത് എൻ്റെ അടുത്ത്. വേണം, എല്ലാം വേണം. ഇവിടെ ഉണ്ടോ? വാവ്, ഇതിന് നീല ബ്ലൗസ് ഇടണം അല്ലേ? ഓക്കെ, ഇതെന്താ? അമ്മയ്ക്ക് ഗിഫ്റ്റ്. അതാ ഇതെന്ന് നമ്മൾ പറയില്ലേ, ഗിഫ്റ്റിംഗ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഗിഫ്റ്റസ്റ്റ്. ഗിഫ്റ്റ് കിട്ടിയത് തിരിച്ച് സീരിയൽ. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാം. പക്ഷെ നല്ലതാമേ, ഫ്രെയിമിൽ നല്ല ഭംഗിയായിരിക്കും.
ആ ഞാൻ ബ്ലൗസ് വെക്കാതെ വെച്ചിരിക്കുകയാണ്. സീരിയലിന് കൊടുക്കാൻ സീരിയൽ നല്ല സാരിയാണ്. വീതി ബോർഡറാണ്. അമ്മ വീതി ബോർഡർ എടുത്ത് വേണ്ട, എന്തിനത് ഞാൻ ഉടുക്കുക. അമ്മ വീതി ഉള്ളത് മേടിച്ചോ, എന്നിട്ട് ഇങ്ങി തന്നോ, ഞാൻ ഉടുത്തോളാം. അപ്പോൾ ഇതാ ഇത്രയും ഗിഫ്റ്റുകളുടെ കൂട്ടത്തിൽ 1 2 3 ഇത് ഇതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അല്ല, സാധാരണ എനിക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോഴും കൊളാബ് വരുമ്പോഴും താൻ എപ്പോഴും പറയുന്നത് എല്ലാം ഓസി മേടിക്കുന്നതാണ്. പക്ഷേ ഇത് കണ്ടോ, ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ താങ്ക് യു. അപ്പോൾ അമ്മയുടെ വക 3 സാരിയും കൂടെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ മൈ ഗാഡ്. അപ്പോൾ അങ്ങനെ 2025 തകർത്തു. ബംഗാൾ കൂടാതെ കളമശ്ശേരി ഗിഫ്റ്റ് വേറെ, മാല, വള, കമ്മലുകൾ ഇത്യാദികൾ വേറെ. പക്ഷേ ഇതൊക്കെ ഞാൻ എപ്പോൾ ഇട്ട് തീർക്കും? അപ്പോൾ ഇതൊക്കെയാണ് ഈ കുഞ്ഞു വിശേഷം, ഒരു വെസ്റ്റ് ബംഗാൾ വിശേഷം പറഞ്ഞു തുടങ്ങിയത്. അതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ്. ആ സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. അവരാരോഗ്യമായിട്ട് പോയി തിരിച്ചൊക്കെ വന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ആരോഗ്യത്തോടെ കൂടി ഇരിക്കുക. വീണ്ടും മറ്റ് വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് നിങ്ങൾ വീണ്ടും വരും. അതുവരെ ഏക്ലച്ചലോ.